the first person of India, that is our president. ആ തത്വം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു കോടതിക്കും രാഷ്ട്രപതിയോട് ഉത്തരവുകൾ ഇടാനാകില്ല എന്നാണ്. എന്നു മാത്രമല്ല, ഭരണഘടനയുടെ 142 അനുച്ഛേദം ജനാധിപത്യ ശക്തികൾക്കെതിരെ ഒരു ആണവ മിസൈലായി മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. എന്താണ് സാർ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം? ഞാൻ ഈ നിയമം പഠിച്ചിട്ടുണ്ട്, LLB പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ ഭരണവ്യവസ്ഥ, ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് 4 തൂണുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ലെജിസ്ലേഷൻ നടത്തുന്നവർ, അത് അസംബ്ലി, സഭ, ലോകസഭയാവട്ടെ, രാജ്യസഭയാവട്ടെ, പിന്നെ നിയമസഭകളാവട്ടെ, അവരാണ് പരമാധികാരം. അവർക്ക് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള കാര്യമാണ്. അവർ നിയമിക്കുന്ന നിയമങ്ങളിലെയും ചട്ടങ്ങളിലെയും ഭരണഘടന പോലും അങ്ങനെയാണല്ലോ. ഭരണഘടന കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ അസംബ്ലി വന്ന് അത് പാർലമെൻറ്റിലൊക്കെ വെച്ച് പാസ്സാക്കിയിട്ടാണല്ലോ ഭരണഘടന തന്നെ വരുന്നത്. അതെ, ആ ഭരണഘടനയിൽ അത് നേരത്തെ ഉള്ള നിയമം, ഈ ഭരണഘടനയും നമ്മളുമായിട്ടുള്ള വ്യത്യാസം, ഇപ്പോൾ ഉള്ള നിയമമായിട്ടുള്ള വ്യത്യാസം എന്താ? ഭരണഘടന നേരത്തെ ഉണ്ടാക്കിയ 47 ഉണ്ടാക്കി വെച്ച നിയമങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥം. ഇപ്പോൾ അതിനുശേഷം മാറ്റം വരുത്താവുന്നതും വരുത്താത്ത കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ വേണം, വെറുതെ അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് മാറ്റാന്നുള്ള ചില അടിസ്ഥാന കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചാണോ രാജ്യം പോകേണ്ടത് അല്ലെങ്കിൽ പോകുന്നത് എന്ന് നോക്കുന്നതിനാണ് എന്ത് സിസ്റ്റം? ജുഡീഷ്യറി സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ സിസ്റ്റം നമ്മൾ ചട്ടങ്ങളും അങ്ങനെ പാലിക്കപ്പെടുന്നുണ്ടോ അത് മാത്രം നോക്കണം. അതെ, അത് വളച്ചൊടിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആള് നിയമസഭ, നമ്മൾ പറഞ്ഞു ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ പറഞ്ഞു. രണ്ടാമത്തെ ആളാണ് നമ്മളെ എക്സിക്യൂട്ടീവ്, ഉദ്യോഗസ്ഥ സംവിധാനം, ബ്യൂറോക്രസിയല്ല. കാരണം നയങ്ങളൊക്കെ നടപ്പാക്കുന്നതിൽ നിയമം നിർമ്മിച്ചതിലോ നടപ്പാക്കുന്നതിലോ അപാകതകൾ ഉണ്ടെങ്കിൽ പൗരന്മാർക്ക് ചോദ്യം ചെയ്യാനുള്ളൊരു വേദിയാണ് കോടതി. അതുപോലെ 4ാമത്തെ തൂണാണ് നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രങ്ങൾ, മാധ്യമങ്ങൾ. അവരൊരു കറക്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുക. ഇതാണ് നമ്മളൊരു സങ്കല്പം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, ചില സമയത്ത് മീഡിയ ഭയങ്കരമായിട്ട് ഡെമോക്രസി അങ്ങ് ഓവർടേക്ക് ചെയ്ത് മന്ത്രിമാർ ആരാവണം എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ള നിലയിൽ പത്രങ്ങൾ വല്ലാതെ അങ്ങോട്ട് വാർത്ത കൊടുത്ത് നാശക്കോട്ടയാക്കും. അങ്ങോട്ട് ഉത്തരവുകളിടും, അല്ലെങ്കിൽ അവർ മോശമാക്കും, സിസ്റ്റത്തെ മോശമാക്കും. ചില സമയത്ത് അസംബ്ലി എന്ത് ചെയ്ത് കളയും? ആവശ്യമുള്ളതും ഇപ്പം അടിയന്തരാവസ്ഥ വന്നു, പാർലമെന്റിനുള്ള ഒരു അവകാശത്തെ, പ്രത്യേക അവകാശത്തെ എടുത്തിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല. ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇപ്പോൾ ആളുകൾക്ക് തന്നെ 10 ലിറ്റർ വെള്ളം വരെ കുടിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എപ്പോഴും 10 ലിറ്റർ കുടിക്കണമെന്നല്ലല്ലോ. അല്ല, അതൊരു എക്സ്ട്രീമല്ലേ, ഒരു ഇൻഡെക്സ് പറയുന്നതാണ്. അപ്പം ഭരണഘടനയിലായാലും നമ്മുടെ നിയമങ്ങളിലായാലും ഒരുപാട് ഇൻഡെക്സുകൾ എഴുതി വയ്ക്കും. ആ ഇൻഡെക്സുകളൊക്കെ എപ്പോഴും പ്രയോഗിക്കാനാണ്? ഒരു വല്ലാത്ത അവസരം വന്നാൽ മാത്രം, പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ചെയ്യാനാണ്. പക്ഷെ അതിനെ എടുത്തിട്ട് ഇപ്പോൾ 142-ൻ്റെയൊക്കെ വിഷയം അതാണ്. ഉപരാഷ്ട്രപതി പറയുന്ന 142-ൻ്റെയൊക്കെ വിഷയം അതാണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നിയമസഭയായാലും ഒരു പരിധിക്കപ്പുറം ലംഘിക്കാൻ പാടില്ല. അവിടെ അധികാരങ്ങളെല്ലാം കൂടി നാളെ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ പ്രത്യേക രാജ്യം വേണമെന്നൊക്കെ പറയുന്നത്, സ്വയംഭരണ, അതൊക്കെ അങ്ങനെ അസംബ്ലിക്ക് അവകാശമുണ്ടോ? അതുപോലെയാണ് ബ്യൂറോക്രസിയും വല്ലാതെ കയറി ഇങ്ങോട്ട് ബഹളം കാണിച്ചാൽ തീർന്നില്ലേ? അതുപോലെ തന്നെയാണ് ജുഡീഷ്യറിക്ക് ഒരുപാട് അധികാരമുണ്ട്. പക്ഷേ ജുഡീഷ്യറി അല്ല ലാസ്റ്റ് വേർഡ് ജുഡീഷ്യറി അല്ലല്ലോ. ഡെമോക്രസിയുടെ ലാസ്റ്റ് വേർഡ് ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അത് സഭയുമാണ്. അവരൊരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അധികാരത്തിൽ വരുന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ മാൻഡേറ്റ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഈ ഒരു ഓവർടേക്കിംഗ് നടക്കും. ഒന്ന് മറ്റതിനെ കീഴടക്കും. അപ്പം നമ്മൾ അതിനകത്ത് ലായിൽ പഠിക്കുമ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറയുന്നത് 1947 അങ്ങനെ എന്ത് പറഞ്ഞത്? ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്, ഏത് നിർവചനം തന്നെ വന്നത് 47 ജനുവരിയിൽ ഫോർച്യൂണിൻ്റെ മാഗസിനിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നമുക്ക് ഫെമിലിയർ ആവുന്നത്. അപ്പോൾ ഇത് ആർതർ ഷെലിൻസിംഗർ ജൂനിയർ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന പദം അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് വലിയ തർക്കമായിപ്പോയി. എന്താണ് ഇത്? എത്ര കണ്ട അധികാരം എടുക്കാം, ഏതുവരെ പോകാം, വിവേചനാധികാരം എന്താണ്, അതിർത്തി എവിടെയാണ്, വിവേചനാധികാരം എന്താണ്? ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കുകയാണ്.
അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വഖഫ് നിയമം എടുക്കാം. വഖഫ് നിയമത്തിൻ്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ നോക്കുന്ന മറ്റൊരു ആംഗിളിലാണ് ആ നിയമത്തെ. അതിനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പ്രഖ്യാപിച്ചതല്ല. 30 മണിക്കൂറോളം 30 മണിക്കൂറോളം 2 സഭകളിലുമായി ചർച്ച ചെയ്തു. പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ചർച്ച ചെയ്ത ഒരു ബില്ലാണത്. മാത്രമല്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചർച്ച ചെയ്ത ബില്ലാണ്. വിട്ടു. അപ്പോൾ ബില്ല് മൂട്ട് ചെയ്തു, അത് JPCക്ക് വിട്ടു, 2 സഭകളും ചർച്ച ചെയ്തു, 30 മണിക്കൂർ ചർച്ച ചെയ്തു. ഈ 30 മണിക്കൂർ ചർച്ചയ്ക്കിടയിൽ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നു. അനുകൂലവും പ്രതികൂലമായി ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നു. ഇങ്ങനെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ വന്ന ഒരു ബില്ല് പാസ്സായ ബില്ല് അത് ശരിയോ തെറ്റോ അതിൻ്റെ മെരിറ്റ് അവിടെ നിൽക്കട്ടെ. പാസ്സായ ബില്ലിനെ വളരെ ലാഘവത്തോടുകൂടി കണ്ടാൽ പോരാ, കുറച്ചുകൂടി സീരിയസ് ആയ ഗൗരവം ഒരു ഭരണഘടനയുടെ ഒരു ഫുൾ ബെഞ്ചെങ്കിലും ഇരുന്ന് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഒരു 7 അംഗ ബെഞ്ചെങ്ങാനും ഉണ്ടാക്കി അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയത്തിനപ്പുറമുള്ള ചില ചോദ്യങ്ങൾ കോടതി പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ കോടതി എന്ന് പറയുന്നതും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ് അടിസ്ഥാന പ്രശ്നം? അതാണ് മനസ്സിലാക്കുക. മനുഷ്യൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും നീതി നടപ്പിലാക്കാനാണ്, വേറെ ഒന്നിനുമല്ല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതികൾ ഈ ഇത്തരം വിഷയങ്ങളിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ കീഴ്വഴക്കം വെച്ച് നിയമം പറയും. അവർ ഏതെങ്കിലും കോടതി കേസുകളുടെ കീഴ്വഴക്കം എടുക്കും. പഴയ കേസുകളിൽ അങ്ങനെ വന്നു എന്നൊക്കെ മുൻകാലത്ത് നടന്ന കാര്യം. അല്ലെങ്കിൽ അവർ പുതിയ നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് ഇതെങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ ഭരണഘടനയുടെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചൊക്കെയാണ് അവർ നോക്കുന്നത്. സമ്മതിച്ചു. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഒരു പ്രശ്നം ഇവിടെ നിൽപ്പുണ്ട്. രാഷ്ട്രപതി എന്ന് പറയുന്ന ആളിനെ ഡയറക്റ്റ് ചെയ്യാവോ, സജസ്റ്റ് ചെയ്യാം 3 മാസത്തിനപ്പുറം ബില്ല് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ അഭിപ്രായം പറയാം. കോടതിക്ക് നിരീക്ഷണം ഉണ്ടല്ലോ. കോടതി ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. വിധിക്കാൻ പാടില്ല. വിധിയിൽ ഇത് വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നതാണ് നമ്മളെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. അതിനെ ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ അതുകൊണ്ട് പ്രതിപക്ഷം എല്ലാം ഏറ്റെടുത്തിട്ട് ഭരണകക്ഷിയിൽപ്പെട്ട BJPയിൽപ്പെട്ട വൈസ് പ്രസിഡന്റ് അങ്ങനെയല്ല ഇത് ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്ത് എങ്ങും എത്തത്തില്ല. വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഇന്ത്യയിൽ പ്രസിഡന്റ്, പിന്നെ പ്രധാനമന്ത്രി, പിന്നെ നമ്മുടെ സഭകൾ, പാർലമെൻറ്റിൻ്റെ 2 സഭകൾ, നിയമസഭകൾ, ഇവരുടെ അധികാരം, ഇവരോട് ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരം, ഇവരെ തിരുത്തുവാനുള്ള അധികാരം, ഇതിനെയൊക്കെ പരമാധികാരം ആർക്കാണ്? ഇതിനെയൊക്കെ സംബന്ധിച്ച് നല്ല ചർച്ച നടക്കണം, നല്ല ഡിബേറ്റ് നടക്കണം. ഇതിനിടയ്ക്ക് നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ഒരു വക്കീലുണ്ടല്ലോ, കപിൽ സിബലല്ല, നമ്മുടെ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ മറ്റേ 1 രൂപ പിഴയടച്ച മറ്റേ ആ വക്കീലിൻ്റെ പേര് ഞാൻ പ്രശാന്ത് ഭൂഷൻ്റെ ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട് കോടതിയെക്കുറിച്ചിട്ട്. ഇദ്ദേഹം വളരെ രൂക്ഷമായി ഇതിൽ അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചില നിരീക്ഷണങ്ങളുണ്ട്. കോടതി ഇതുപോലത്തെ ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്കൊക്കെ പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ടെന്ന്. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളവും സമവായങ്ങളും ഒത്തുതീർപ്പുകളും കോംപ്രമൈസുകളും ചർച്ചകളും സംവാദങ്ങളും പ്രധാനം അതാണ്. അതൊക്കെ നടക്കണം. സംവാദങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് വേണം രാജ്യത്ത് കൊണ്ടുവരാൻ. അല്ലാതെ ഒരു ജുഡീഷ്യൽ ആക്ടിവിസവും അങ്ങനെ വരാൻ പാടില്ല. അതുപോലെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ ഒരു വിധി പറയും കോടതി വളരെയധികം ഈ ജാഗ്രതയോടെ കൃത്യമായ നിരീക്ഷണങ്ങൾ കൂടി അഭിപ്രായങ്ങളും ചർച്ചകളും സംവാദങ്ങളും എല്ലാം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബില്ലിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കോടതികളെ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യമായാലും കോടതികളെല്ലാം നമ്മളെ ഭരണവ്യവസ്ഥയിലുള്ളവർ പ്രസിഡന്റിനെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെയൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് വേറെ കഥ, അല്ലെങ്കിൽ കൊലപാതകം ചെയ്താൽ അത് വേറെ കഥ, അല്ലെങ്കിൽ സിവിൽ കേസിൽപ്പെട്ടാൽ വേറെ കഥ. അല്ലാതെ ഉള്ള ഈ രാജ്യത്തിൻ്റെ പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നിയമങ്ങൾ, ചട്ടങ്ങൾ, പ്രിവിലേജ്, ബില്ല് എത്ര മാസം വച്ചേക്കാം, ബില്ല് എത്ര മാസമേ വച്ചേക്കാവൂ എന്നൊക്കെ പറയുന്നത് 3 മാസത്തിനകത്ത് തീരുമാനമെടുത്തോണം. ചിലപ്പോൾ 3 മാസത്തിനപ്പം കഴിഞ്ഞ് വീണ്ടും വിവരങ്ങൾ ശേഖരിക്കാൻ നിർമ്മാതാക്കൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആ കാലത്ത് അതിനൊരു തീർപ്പുണ്ടാക്കിയിരുന്നില്ല. അല്ല, മാത്രമല്ല ഈ ഇപ്പം 3 മാസത്തിനകത്ത് തീർത്തു കൊള്ളണം എന്ന് നിർബന്ധം പറഞ്ഞാൽ ചിലപ്പം വീണ്ടും വിവരങ്ങൾ ശേഖരിക്കാനും അഡീഷണലായിട്ട് കാര്യങ്ങൾ വിലയിരുത്താനും നിയമോപദേശം എടുക്കാനും ഒക്കെ ചിലപ്പോൾ സമയം വേണ്ടി വരും. അപ്പോൾ അത് കഴിയുന്നത് വേഗം ചെയ്യണം എന്ന് പറയുന്നതിനപ്പുറം കറക്റ്റ് 3 മാസത്തിനകത്ത് നിങ്ങൾ കൊടുത്തോളണം എന്ന് പറയുന്നൊരു ഡയറക്റ്റീവ് ഒപ്പിടണം, അല്ലെങ്കിൽ അത് കുഴപ്പമാവുന്നൊക്കെ പറയുന്ന തലത്തിലുള്ള ഡയറക്റ്റീവ്സ് വരുന്നത് തീർച്ചയായിട്ടും വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇത് ചർച്ച ചെയ്യപ്പെടണം, ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടണം. ജനാധിപത്യത്തിൽ പരമാധികാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വിവിധ വശങ്ങൾ ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടുകയും
അങ്ങനെയുള്ള സംവാദം ഉയർത്തിക്കൊണ്ട് വരുന്നതിലൂടെയാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുന്നിടത്താണ് ജനങ്ങളുടെ പ്രതീക്ഷ കൂടുന്നത്. അത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് പേര് ഇങ്ങനെ പറയുന്ന അധികാരം വെച്ച് പറയുന്ന അവർ ഇന്നലെ അവർ പ്രയോഗിച്ച അധികാരം ഇന്ന് അവർ പ്രയോഗിക്കുന്നു, അമിതാധികാരം പ്രയോഗിക്കുന്നു എന്ന് വരും. അത് പറ്റത്തില്ല. അമിതാധികാരത്തിനപ്പുറം അധികാരങ്ങൾ പ്രയോഗിക്കുമ്പോൾ സമവായത്തിൻ്റെ പാകം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുമ്പോഴും നിയമത്തിൽ വെള്ളം ചേർന്നും പോകരുത്, നീതി നടപ്പിലാവണം, അതിൽ വെള്ളം ചേർന്നും പോകരുത്. അങ്ങനെയുള്ള ഒരു വലിയ സംവാദം നമ്മുടെ രാജ്യത്ത് ആരംഭിക്കണം. അതിന് ഇത് സഹായമാക്കണം, അല്ലാതെ അതിനെ വിവാദമാക്കുക അല്ല ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.